വാർത്തകൾ തുടരുന്നു. ബിന്ദു പത്മനാഭൻ കൊലക്കേസ് പ്രതി സെബാസ്റ്റ്യന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ക്രൈംബ്രാഞ്ച് ജയിലിലെത്തിയാണ് അറസ്റ്റ് ചെയ്തത്. നിലവിൽ ജയിലമ്മ കൊലക്കേസിൽ റിമാൻഡിലാണ് സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ വാങ്ങും. വിവരങ്ങളുമായി രഞ്ജിൽ രാജ് ചേരുന്നുണ്ട്. രഞ്ജിൽ, ബിന്ദു പത്മനാഭൻ കൊലക്കേസിലാണ് ഇപ്പോൾ പ്രതിയായ സെബാസ്റ്റ്യന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് ജയിലിലെത്തിയാണ് അറസ്റ്റ് ചെയ്തു എന്നാണ് പുറത്തുവരുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ബിന്ദു പത്മനാഭൻ, ജൈനമ്മ, ഐഷ തുടങ്ങിയ സ്ത്രീകളുടെ തിരോധാനവും അതുപോലെ തന്നെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് പ്രതി സെബാസ്റ്റ്യനെ ഇത്തരത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് ജൈനമ്മയുടെയും ബിന്ദുവിൻ്റെയും കൊലപാതകം എന്ന സ്ഥിരീകരണം വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ ജൈനമ്മയെ കൊലപ്പെടുത്തി, അതായത് വെട്ടിക്കൊലപ്പെടുത്തി കഷ്ണം കഷ്ണമായി ശരീരം മുറിച്ച് കത്തിക്കുകയാണ് ചെയ്തു എന്ന ഒരു മൊഴി സെബാസ്റ്റ്യൻ നൽകിയിരുന്നു. ഈ കേസിൽ സെബാസ്റ്റ്യൻ ജയിലിൽ കഴിയുകയാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ബിന്ദു പത്മനാഭന്റെ കൊലപാതക കേസിലാണ് ഇപ്പോൾ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരു നീക്കം നടക്കുന്നത്. നിലവിൽ റിമാൻഡിൽ കഴിയുന്ന സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു നീക്കമാണ് ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ വാങ്ങി ബിന്ദുവിന്റെ കൊലപാതക കേസിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ നടപടി. അതേപോലെ തന്നെ ഐഷയുടെ തിരോധാന കേസിൽ ഇപ്പോഴും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഐഷയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉത്തരം ആയിട്ടില്ല. നമുക്കറിയാം, ഈ ഒരു 3 സ്ത്രീകളെയും കാണാതായി തുടർന്നാണ് ഇത്തരത്തിൽ അന്വേഷണം നടക്കുന്നത്. ഇതിൽ ബിന്ദു പത്മനാഭന് 2006-ലും ഐഷയെ 2012-ലും അതേപോലെ തന്നെ ജൈനമ്മയെ 2022-ലുമാണ് കാണാതാവുന്നത്. ഈ 3 കേസിലും പ്രതി സെബാസ്റ്റ്യന്റെ പങ്ക് വ്യക്തമായതോടെയാണ് ഇത്തരത്തിൽ സെബാസ്റ്റ്യനെയും സെബാസ്റ്റ്യന്റെ വീടും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയത്. ഇതിൽ ആലപ്പുഴയിലെ പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ പരിശോധനയിൽ മൃതശരീരങ്ങളുടെ അവശിഷ്ടങ്ങളും അതുപോലെ തന്നെ രക്തക്കറകളൊക്കെ തന്നെ കണ്ടെത്തിയിരുന്നു. ഈ രക്തക്കറ ജൈനമ്മയുടേതാണ് എന്ന ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ട്. ജൈനമ്മയെ വീടിനകത്ത് വെച്ച് വെട്ടിക്കൊലപ്പെടുത്തിയപ്പോൾ ഉണ്ടായ രക്തക്കറയാണ് ഇതെന്നൊരു സ്ഥിരീകരണം വന്നിട്ടുണ്ട്. ഈ രക്തക്കറയുടെ DNA പരിശോധനയ്ക്കൊക്കെ അയച്ചിരുന്നു. അതിൻ്റെ എല്ലാം തന്നെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ജൈനമ്മയുടെ കൊലപാതകം സ്ഥിരീകരിച്ചത്. തുടർന്ന് ബിന്ദു പത്മനാഭന്റെ ഒരു കൊലപാതകമായിരുന്നു, അതായത് 2006-ൽ കാണാതായ ബിന്ദു പത്മനാഭന്റെ തിരോധാന കേസായിരുന്നു അന്വേഷിച്ചത്. ഇത് കൊലപാതകമാണെന്നൊരു സ്ഥിരീകരണമാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ബിന്ദുവിൻ്റെ സ്വത്തും മറ്റ് പണമിടപാടുമായി ബന്ധപ്പെട്ട ഒരു ഇടനിലക്കാരനായി സെബാസ്റ്റ്യൻ കൂടെ ഉണ്ടായിരുന്നു എന്നൊരു സൂചന ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഇത്തരത്തിൽ ബിന്ദുവിൻ്റെയും സെബാസ്റ്റ്യൻ്റെയും സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് ഒരു അന്വേഷണം നടക്കുന്നത്. ഇതിൽ ബിന്ദുവിൻ്റെ ഇടപ്പള്ളിയിലുള്ള ഒരു ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ആ ഭൂമി മറ്റൊരു വ്യാജരേഖ ഉപയോഗിച്ച് മറിച്ച് വിൽക്കാൻ സെബാസ്റ്റ്യൻ ഇടനിലക്കാരനായി നിന്നിരുന്നു എന്നൊരു വിവരം ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരുന്നു. അതേപോലെ തന്നെ ആലപ്പുഴയിലല്ല, കോട്ടയത്തെ ബിന്ദുവിൻ്റെ ഒരു ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ സെബാസ്റ്റ്യൻ ഇടനിലക്കാരനായി ആ ഭൂമി മറച്ചു വിറ്റിരുന്നു എന്നൊരു സൂചനയും ക്രൈംബ്രാഞ്ചിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കേസ് ബിന്ദു പത്മനാഭന്റെ തിരോധാനത്തിൽ സെബാസ്റ്റ്യൻ പങ്കുണ്ട് എന്നൊരു വ്യക്തമായതോടെയാണ് കേസ് വീണ്ടും പുനരാരംഭിച്ചത്. തുടർന്നടുത്ത അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ബിന്ദു പത്മനാഭന്റെയും കൊലപാതകമാണ് എന്നൊരു സ്ഥിരീകരണം ഉണ്ടാകുന്നത്. ഇനി നിലവിൽ ഐഷയുടെ തിരോധാന കേസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐഷയുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടാണ് സെബാസ്റ്റ്യനുമായുള്ള ഒരു ബന്ധം പുറത്തു വരുന്നത്. ഐഷയുടെയും ഇത്തരത്തിൽ ഭൂമി വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ സഹായിച്ചിരുന്നു അല്ലെങ്കിൽ ഇടനിലക്കാരനായി നിന്നിരുന്നു എന്നൊരു കാര്യമൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ടായിരുന്നു. ഇതിൽ ഐഷയ്ക്ക് ഇനി എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടത്. നിലവിൽ 2 പേരുടെ കൊലപാതകവും ഒരാളുടെ തിരോധാനമാണ് അന്വേഷിക്കുന്നത്. എന്തായാലും സെബാസ്റ്റ്യൻ ഇപ്പോൾ ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ്. ജൈനമ്മ കൊലക്കേസിൽ റിമാൻഡിൽ കഴിയുകയാണ് സെബാസ്റ്റ്യൻ. ഇനി ബിന്ദുവിൻ്റെ കേസിൽ ഇപ്പോൾ വീണ്ടും കസ്റ്റഡിയിൽ എടുക്കാനുള്ള ഒരു നീക്കത്തിലാണ് ക്രൈംബ്രാഞ്ച് മുന്നോട്ട് വന്നിരിക്കുന്നത്. കർത്തു ശരി, ഏറെ ചർച്ചയായ ബിന്ദു പത്മനാഭൻ കൊലക്കേസിലാണ് പ്രതിയായ സെബാസ്റ്റ്യന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് നിലവിൽ ജൈനമ്മ കൊലക്കേസിൽ റിമാൻഡിലാണ് സെബാസ്റ്റ്യനെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് കരുതുന്നത്. രഞ്ജിൽ രാജാണ് വിവരങ്ങൾ നൽകിയത്.